അസ്സലാമു അലൈക്കും. റബീഉൽ അവൽ 12 മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം. ലോകമെമ്പാടുമുള്ള വിശ്വാസികൾ അതിയായ സന്തോഷത്തോടെയും സ്നേഹത്തോടെയും ആഘോഷിക്കുന്ന ദിനമാണ്. മൗലിദുകളും സ്വലാത്തുകളും ചൊല്ലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹം നെഞ്ചിലേറ്റുകയാണ് നമ്മൾ വിശ്വാസികൾ ചെയ്യുന്നത്. എന്നാൽ റബീഉൽ അവൽ 12 വരുമ്പോൾ നബിദിനം ആഘോഷിക്കുന്നവരെ വിമർശിക്കാൻ ഇറങ്ങുന്ന ധാരാളം ആളുകളുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. റബീഉൽ അവൽ 12-ന് നബിയുടെ വഫാത്തും കൂടി വന്നതുകൊണ്ട് അന്നത്തെ ദിവസം ദുഃഖാചരണമാണ് നടത്തേണ്ടത് എന്ന് പറയുന്നവരുമുണ്ട്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ ഇതുവരെ നബിദിനം ആഘോഷിച്ചിട്ടില്ല, പിന്നെ എന്തിനാണ് ഇപ്പോൾ ആഘോഷിക്കുന്നത് എന്ന് ചോദിക്കുന്ന ആളുകളുമുണ്ട് നമുക്കിടയിൽ. നബിദിനാഘോഷത്തെയും മൗലിദ് പാരായണത്തെയും വിമർശിക്കുന്നവരോട് നമുക്ക് ഒന്നേ ചോദിക്കാനുള്ളൂ: പ്രവാചകരെ പുകഴ്ത്തുന്നതിലും അവിടുത്തെ ജീവിതം ഓർമ്മിക്കുന്നതിലും എന്താണ് തെറ്റുള്ളത്? പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ പ്രത്യേകം ദിനങ്ങളോ സമയങ്ങളോ മാത്രം പോരാ എന്ന വാദം ഉന്നയിക്കുന്നവർ അത് തീർത്തും ഒഴിവാക്കണം എന്ന് പറയുന്നത് എന്ത് ന്യായത്തിലാണ്? നബിദിനാഘോഷം എന്നാൽ അള്ളാഹുവിന് നന്ദി രേഖപ്പെടുത്തലാണ്. അള്ളാഹു നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമായ റസൂലുള്ളാഹി തങ്ങളെ ഓർത്ത് സന്തോഷിക്കലാണ്. നബിദിനം ആഘോഷിക്കുന്നത് ഹറാമാണ് എന്ന് പറയുന്നവരോട് ഒന്ന് ചോദിച്ചോട്ടെ: അന്ന് നബിയുടെ പേരിൽ സ്വലാത്തുകൾ മൗലിദുകൾ ചൊല്ലുന്നതും ഖുർആൻ ഓതുന്നതും നബിയുടെ പേരിൽ ഭക്ഷണം വിതരണം ചെയ്യുന്നതും എല്ലാവരും ഒത്തുചേരുന്നതും എങ്ങനെയാണ് ഹറാമാവുന്നത്? അവിടെ വേറെ മദ്യപാനമോ വ്യഭിചാരമോ നടത്തുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനമാണ് നമ്മൾ ആഘോഷിക്കുന്നത്. നബിയുടെ ജീവിതം, ജനനം തന്നെ ഒരു പുണ്യമാണ്, അള്ളാഹുവിന്റെ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. നമ്മുടെ ഉദ്ദേശം ആരെയും കുറ്റപ്പെടുത്തുകയോ അപമാനിക്കുകയോ അല്ല. നമ്മുടെ ലക്ഷ്യം മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹവും ആദരവും എങ്ങനെ പ്രകടിപ്പിക്കാം എന്നതിനെക്കുറിച്ച് സ്നേഹപൂർവ്വം ചിന്തിക്കുകയാണ് വേണ്ടത്. ഖുർആനിലെ ഏതെങ്കിലും ആയത്തുകളിൽ പറഞ്ഞിട്ടുണ്ടോ നബിദിനം ആഘോഷിക്കാൻ പാടില്ല എന്ന്? ഒരിക്കലുമില്ല. കാരണം നമ്മൾ അത് ചെയ്യേണ്ട അമലാണ്. അല്ലാഹു തആല ഖുർആനിൽ പറയുന്നു: നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശ്വാസികൾക്ക് അവരുടെ സ്വന്തം ശരീരങ്ങളെക്കാൾ അടുത്തവനാണ്. നബിയോടുള്ള സ്നേഹം ഒരു സാധാരണ സ്നേഹമല്ല, അത് ഒരു മുസ്ലിമിന്റെ ഈമാനിന്റെ ഭാഗമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു: നിങ്ങളിൽ ആരും എന്നെ തന്റെ പിതാവിനേക്കാളും മകനേക്കാളും മുഴുവൻ മനുഷ്യരെക്കാളും കൂടുതൽ സ്നേഹിക്കുന്നത് വരെ അവൻ പൂർണ്ണ വിശ്വാസിയാവുകയില്ല. നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കാമോ? തീർച്ചയായും. മുത്തുനബിയുടെ ജനനം ഓർത്ത് സന്തോഷിക്കാമോ? തീർച്ചയായും. നബിദിനം ആഘോഷിക്കുന്നത് ഒരിക്കലും ഹറാമായ കാര്യമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനം അനുസ്മരിക്കുകയും സ്വലാത്തുകളും ദിക്റുകളും ചൊല്ലുകയും ഭക്ഷണങ്ങൾ വിതരണം ചെയ്യുന്നതും ദാനം ചെയ്യുന്നത് അനുവദനീയമായതാണ്. എക്കാലത്തും പരിശുദ്ധമായ റബീഉൽ അവലിനെ ആദരിക്കുന്നത് പുണ്യനബിയോടുള്ള സ്നേഹം കൊണ്ടാണ്. റബീഉൽ അവൽ മാസത്തിൽ മൗലിദുകൾ നടത്താൻ പാടില്ല എന്ന് പറയുന്നവരോട്: എന്താണ് മൗലിദ്? അതാദ്യം നിങ്ങൾ മനസ്സിലാക്കണം. മൗലിദ് എന്ന് പറയുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനം, ജീവിതം, സ്വഭാവം, മഹത്വം, സന്ദേശം എന്നിവ അനുസ്മരിച്ച് വിവരിക്കുകയും നബിയുടെ മേൽ സ്വലാത്തും സലാമും ചൊല്ലുകയും ദുആ ചെയ്യുകയും ചെയ്യുന്ന ഒരു കാര്യമാണ്. അത് ഈമാനിന്റെ ഭാഗമാണ്. അല്ലാഹു തആല ഖുർആനിലൂടെയും ഹദീസിലൂടെയും നമ്മോട് കൽപ്പിച്ച ഒന്നാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുക എന്നത്. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ലഭിക്കാവുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണ് പ്രവാചകന്റെ ചരിത്രവും പുകഴ്ത്തലുകളും കേൾക്കലും പറയലും. മൗലിദ് സദസ്സുകളിൽ ഒത്തുകൂടുമ്പോൾ അവിടെ പ്രവാചകന്റെ സ്വഭാവ മഹിമ നമ്മളെ ഓർമ്മിപ്പിക്കും. അത് കേൾക്കുന്ന വിശ്വാസിയുടെ ഹൃദയത്തിൽ പ്രവാചക സ്നേഹം നിറയും. മൗലിദ് ഓതുന്നതിലൂടെയും പ്രവാചക സ്നേഹം പങ്കുവെക്കുന്നതിലൂടെയും നമ്മുടെ ഹൃദയങ്ങൾക്ക് ലഭിക്കുന്ന സമാധാനം ചെറുതൊന്നുമല്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ മൗലിദ് ചൊല്ലാൻ തുടങ്ങുമ്പോഴേക്കും വീടുകളിലാവട്ടെ പള്ളികളിലാവട്ടെ എവിടെ ഇരുന്ന് ചൊല്ലിയാലും അള്ളാഹുവിന്റെ മലക്കുകൾ അവിടെ ഇറങ്ങി വരും.
ഒപ്പം തന്നെ ജിബ്രീൽ അലൈഹിസ്സലാം നമുക്കെല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് വീടുകളിൽ മൗലിദ് കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നത് തികച്ചും തെറ്റായ കാര്യമാണ്. റബിയുൽ അവ്വൽ 12 ഒരു തിങ്കളാഴ്ചയാണ്. അവിടുന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലേക്ക് കടന്നു വരുന്നത്. അന്ന് അൻസാറുകളായ സ്വഹാബത്ത് നബി തങ്ങളെ സ്വീകരിക്കാൻ വേണ്ടി ഈത്തപ്പനകളുടെ മുകളിൽ കയറി നോക്കി നിൽക്കുകയും ദഫ് മുട്ടുപാടി പ്രവാചകരെ വരവേൽക്കുകയും ചെയ്തു. തങ്ങളെ സന്തോഷത്തോടെ സ്വീകരിച്ച സ്വഹാബികളോട് പ്രവാചകൻ തിരിച്ചു ചോദിച്ചു, നിങ്ങൾക്ക് എന്നോട് വലിയ ഇഷ്ടമാണല്ലേ? അവർ പറഞ്ഞു, അതേ നബിയെ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എനിക്കും നിങ്ങളോട് വലിയ ഇഷ്ടമാണ്. ആ സ്വഹാബത്തിന്റെ മാതൃക പിന്തുടർന്നാണ് നമ്മളും റബീഉൽ അവ്വലിൽ നബിദിനം ആഘോഷിക്കുന്നത്. എന്നാൽ നബിദിനം ആഘോഷിക്കുകയും സ്വലാത്ത് ചൊല്ലുകയും ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. മാതാപിതാക്കളെ വെറുപ്പിച്ചുകൊണ്ടോ കുടുംബക്കാരുമായും അയൽവാസികളുമായും പിണങ്ങി നിന്നുകൊണ്ടോ ചെയ്യുന്ന ഒരു കർമ്മവും അള്ളാഹു സ്വീകരിക്കുകയില്ല. മാതാപിതാക്കളെ വേദനിപ്പിച്ചാൽ മനുഷ്യന്റെ ആയുസ് ചുരുങ്ങിപ്പോകും. അതേസമയം അവരുടെ പൊരുത്തവും ദുആയും വാങ്ങിയാൽ അള്ളാഹു ആയുസ്സിലും ആഫിയത്തിലും ബർക്കത്ത് നൽകും. നമ്മുടെ അമലുകൾ എല്ലാ തിങ്കളാഴ്ചയും അള്ളാഹുവിന്റെ മുന്നിൽ കാണിക്കപ്പെടുമ്പോൾ പിണക്കത്തിൽ കഴിയുന്നവരുടെ അമൽ പുസ്തകം മാറ്റിവെക്കാനാണ് അള്ളാഹു കൽപ്പിക്കുന്നത്. അതിനാൽ ഈ റബീഉൽ അവ്വലിൽ എല്ലാ പിണക്കങ്ങളും തീർത്ത് ബന്ധങ്ങൾ കൂട്ടിച്ചേർക്കാൻ നമ്മൾ തയ്യാറാകണം. മൗലിദ് മജ്‌ലിസുകൾ ഉപേക്ഷിക്കുന്നവർക്ക് നഷ്ടപ്പെടുന്നത് അള്ളാഹുവിന്റെ വലിയൊരു അനുഗ്രഹവും പ്രവാചക ശഫാഅത്തിനുള്ള വഴിയുമാണ്. വിമർശനങ്ങൾ ഉന്നയിക്കുന്നവർ സത്യത്തിൽ ഈ വമ്പൻ പ്രയോജനവും ബർക്കത്തുമാണ് നഷ്ടപ്പെടുത്തുന്നത്. എന്നാൽ നബിദിനം ആഘോഷിക്കുന്ന ഒരാൾ ഹറാമായ കാര്യങ്ങൾ ചെയ്യാൻ പാടുള്ളതല്ല. അമിതമായ ചെലവ്, പുരുഷന്മാരും സ്ത്രീകളും തമ്മിലുള്ള അനാവശ്യ ഇടകലരൽ, സംഗീതത്തെക്കുറിച്ചുള്ള മതപരമായ വിലക്കുകൾ ലംഘിക്കൽ തുടങ്ങിയ കാര്യങ്ങൾ ഒഴിവാക്കണം. അതുപോലെ തന്നെ മുത്തുനബിയെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നിസ്കാരം ഉപേക്ഷിക്കുകയും സുന്നത്ത് ഉപേക്ഷിക്കുകയും കള്ളം പറയുകയും മറ്റുള്ളവരെ ഉപദ്രവിക്കുകയും ചെയ്താൽ ആ ആഘോഷത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം നഷ്ടപ്പെടും. ഇനി നബിദിനം ആചരിക്കരുത് എന്ന് പറയുന്ന സഹോദരങ്ങളോട് ഒരു കാര്യം സ്നേഹത്തോടെ പറയാം. നിങ്ങൾക്ക് അത് തെറ്റായി തോന്നുന്നുവെങ്കിൽ നിങ്ങളുടെ നിലപാട് നിങ്ങൾക്ക് പിന്തുടരാം. പക്ഷേ നബിദിനം ആചരിക്കുന്ന മറ്റൊരു മുസ്ലിമിനെ ഒരിക്കലും അപമാനിക്കരുത്. അവരുടെ നിയത്ത് അറിയാതെ അവരെ കുറ്റപ്പെടുത്തരുത്. അതുപോലെ നബിദിനം ആചരിക്കുന്ന സഹോദരങ്ങളോടും പറയാം, നിങ്ങൾ നിങ്ങളുടെ രീതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഓർക്കുമ്പോൾ അത് മറ്റുള്ളവരെ പരിഹസിക്കാനുള്ള കാരണമാക്കരുത്. നമ്മുടെ ലക്ഷ്യം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിരിക്കണം, പരസ്പര വഴക്കല്ല. നമ്മുടെ കുടുംബങ്ങളിലും നാടുകളിലും നബിദിനാഘോഷങ്ങൾ കൊണ്ടുവരുന്ന മാതൃകാപരമായ മാറ്റങ്ങൾ നമ്മൾ കാണാറുള്ളതാണ്. കുഞ്ഞു മനസ്സുകളിൽ പ്രവാചക സ്നേഹം നട്ടുപിടിപ്പിക്കാൻ ഇത്തരം ആഘോഷങ്ങൾക്ക് സാധിക്കുന്നു. അവിടുത്തെ കാരുണ്യവും മാതൃകാ ജീവിതവും പരസ്പരം പങ്കുവെക്കാൻ നബിദിനം വഴിയൊരുക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരം ആക്ഷേപങ്ങളിൽ വീണു പോകാതെ പ്രവാചക സ്നേഹം കൂടുതൽ ഹൃദയത്തിലേറ്റാനും മൗലിദ് സദസ്സുകളിൽ സജീവമാകാനും നമ്മൾ തയ്യാറാകണം. ഈ പുണ്യമായ റബീഉൽ അവ്വൽ മാസത്തിന്റെ പോരിശുകൊണ്ട് അല്ലാഹു തആല നമ്മളെ എല്ലാവരെയും പുണ്യപ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ യഥാർത്ഥമായി സ്നേഹിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ. നാളെ പരലോകത്ത് അവിടുത്തെ ശഫാഅത്തിന് അർഹരാകുന്ന മുഅ്മിനീങ്ങളിൽ അല്ലാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. ഈ പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിൽ നബിയുടെ മേലിൽ ധാരാളം സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുക. അല്ലാഹു തആല നമ്മളെയും നമ്മുടെ മാതാപിതാക്കളെയും പ്രവാചക സ്നേഹമുള്ളവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ. അവിടുത്തെ ശഫാഅത്തിന് അർഹരാക്കട്ടെ. ആമീൻ. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായാൽ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടുതൽ ഇസ്ലാമിക അറിവുകൾക്കായി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.